നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ ചാനലിലും മറ്റ് സോഷ്യൽ മീഡിയ ഇടങ്ങളിലുമൊക്കെ വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാന വിഷയമുണ്ടായിരുന്നല്ലോ. രാജ്യത്ത് വലിയ തോതിൽ ചലനങ്ങൾ ഉണ്ടാക്കിയ CJP പ്രതിഷേധവും അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങളും. കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ഒക്കെ ശരിക്കും വിറപ്പിച്ച ആ സമരത്തിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മുതൽ നമ്മൾ കണ്ടതാണ്. മോദിയുടെയും സർക്കാരിൻ്റെയും ഉറക്കം കെടുത്തുന്ന എത്രയേറെ കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. രാജ്യത്തെ വിദ്യാർത്ഥികളുടെയും ജനങ്ങളുടെയും പൊതുവികാരം ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന് എതിരാണെന്ന് ആ സമരങ്ങൾ വളരെ വ്യക്തമായി തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രധാനമന്ത്രി പോലും തൻ്റെ കസേരയെക്കുറിച്ച് സദാസമയവും ആലോചിച്ച് ടെൻഷനിലാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ രാജ്യത്തുള്ളത്. പക്ഷേ ഇത്രയൊക്കെ നടന്നിട്ടും ഇതിൻ്റെയൊക്കെ പുറകെ ഇപ്പോൾ തികച്ചും ആസൂത്രിതമായ ചില നീക്കങ്ങളാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടന്നു തുടങ്ങിയിരിക്കുന്നത്. സമരത്തിന് നേതൃത്വം കൊടുത്ത പ്രമുഖ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ അഭിജിത്ത് ദീപ്കയെ ലക്ഷ്യമിട്ടാണ് അടുത്ത ഗൂഢനീക്കം വന്നിരിക്കുന്നത്. അഭിജിത്തിന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചും ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ഗുജറാത്തിൽ നിന്നുള്ള ചില ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സാധാരണക്കാരായ മാതാപിതാക്കളുടെ മകനായ അഭിജിത്ത് എങ്ങനെയാണ് അമേരിക്കയിൽ പഠനം നടത്തിയത് എന്നൊക്കെയാണ് ഇവർ ഉയർത്തുന്ന പ്രധാന ചോദ്യങ്ങൾ. അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾക്കും മറ്റുന്നത BJP നേതാക്കളുടെ മക്കൾക്കും മാത്രമേ അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും പോയി പഠിക്കാൻ സാമ്പത്തിക ശേഷിയുള്ളൂ എന്നൊരു അലിഖിത നിയമം ഇവിടെയുണ്ടോ എന്നാണ് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്. സാധാരണക്കാരായ ആളുകൾക്ക് ശബ്ദമുയർത്താൻ ഇവിടെ പാടില്ലേ? ഇതോടൊപ്പം തന്നെ കൗതുകകരമായ മറ്റൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിൽ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകര സംഘടനകൾ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചുവെന്നും ബംഗാൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടു എന്നുമൊക്കെയുള്ള ബംഗാൾ പോലീസിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം നാടകീയമായ റിപ്പോർട്ടുകൾ സാധാരണയായി യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് പോലീസിൽ നിന്നോ മറ്റോ ആണ് നമ്മൾ പ്രതീക്ഷിക്കാറുള്ളത്. എന്നാൽ ഇവിടെ അത് ബംഗാളിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നത് ഏറെ കൗതുകകരമാണ്. അതോടൊപ്പം തന്നെ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച 180ഓളം ഇൻഫ്ലുവൻസർമാരും 3 വലിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ഥാപനങ്ങളും ഇപ്പോൾ കർശന നിരീക്ഷണത്തിലാണ് എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ചില കാര്യങ്ങൾ തിരിച്ചു ചോദിക്കേണ്ടത്. സർക്കാരിനെതിരെ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും ഒക്കെ ഇങ്ങനെ ലക്ഷ്യം വെക്കുമ്പോൾ മറുവശത്ത് നടക്കുന്ന വലിയ അഴിമതികളെയും വിദേശ ഫണ്ടിങ്ങുകളെയും കുറിച്ച് ആരും മിണ്ടുന്നില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടിങ് സ്വീകരിക്കുന്ന സംഘടന ഏതാണെന്ന് അന്വേഷിച്ചാൽ അത് RSS ആണ്. ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ വിദേശ ഫണ്ടുകൾ സ്വീകരിക്കുന്നതും ഒഴുക്കുന്നതും RSS ആണ്. രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണങ്ങളും വർഗീയ കലാപങ്ങളും തെരഞ്ഞെടുപ്പ് അട്ടിമറികളും അടക്കം സ്പോൺസർ ചെയ്യുന്ന ഇത്തരക്കാരുടെ സാമ്പത്തിക സ്രോതസ്സിനെതിരെ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണം വരാത്തത്? ഇതെല്ലാം കാണുമ്പോൾ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. രാജ്യത്ത് എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറികളോ തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ മുന്നിൽ ഡിജിറ്റൽ തെളിവുകൾ വ്യക്തമായി നിൽപ്പുണ്ട്. വാരണാസിയിൽ ഇലക്ഷൻ കൗണ്ടിംഗ് നടക്കുന്ന സമയത്ത് ഉച്ചവരെ നരേന്ദ്രമോദി ലക്ഷക്കണക്കിന് വോട്ടുകൾക്ക് പിന്നിലായിരുന്നു. എന്നാൽ പെട്ടെന്ന് സൈറ്റ് ബ്ലോക്ക് ആവുകയും പിന്നീട് റീഓപ്പൺ ചെയ്യുമ്പോൾ മോദി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായി കാണിക്കുകയും ചെയ്യുന്ന ഡിജിറ്റൽ മാജിക്കുകൾ നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി ബോധ്യമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതൊന്നും അന്വേഷിക്കാതെ സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന പഴയ ഫാസിസ്റ്റ് അടവ് തന്നെയാണ് ഇവർ ഇവിടെയും പരീക്ഷിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് നേരെ ലാത്തി വീശിയ പോലീസുകാർക്കെതിരെയും വിദ്യാർത്ഥിനികളുടെ വസ്ത്രങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചവർക്കെതിരെയും കാഴ്ച പോലും നഷ്ടപ്പെടുത്തുന്ന വിധം പെല്ലറ്റ് പ്രയോഗിച്ചവർക്കെതിരെയും യാതൊരു അന്വേഷണവുമില്ല. ലാത്തൂരിൽ ആണിതറച്ച വടികൊണ്ട് വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചവർക്കെതിരെയും യാതൊരു നടപടികളുമില്ല.
പകരം നീതിക്ക് വേണ്ടി ശബ്ദിച്ച അഭിജിത്ത് ദീപ്കയെയും മറ്റ് ഇൻഫ്ലുവൻസർമാരെയും വേട്ടയാടാനാണ് ഭരണകൂടം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിലൂടെ അവർ വ്യക്തമാക്കുന്നത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഒന്നിനെയും വെച്ചു പൊറുപ്പിക്കില്ല എന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടാണ്. ഇത്തരം അനീതികൾക്കെതിരെ നമ്മൾ ഇനിയും ശബ്ദിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ തെറ്റായ നടപടികളെയും ഫാസിസ്റ്റ് പ്രവണതകളെയും ചോദ്യം ചെയ്യുന്നവരെ ഓരോരുത്തരായി ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജനങ്ങളായ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.